മിതമായ ആഗ്രഹത്തിനൊന്നും പോകാതെ, ആഗ്രഹിച്ചത് പോലും കിട്ടാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തുനിന്ന് വിട പറയുമ്പോ അവിടുന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുമോള് കരളിന്റെ കഷണം അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നെന്നറിയോ? ലോകത്തൊരു പെണ്ണിനും ഇത്രയും സൗഭാഗ്യമുള്ള ഒരു ജീവിതം കിട്ടിയിട്ടില്ല പോലും. ഗർഭവതിയായിരിക്കുന്ന സമയത്ത് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നത് ഭർത്താവ് നടത്തി കൊടുക്കണമല്ലോ. ഒരു മാങ്ങയോ ഒരു നെല്ലിക്കയോ അങ്ങനെയൊക്കെയല്ലേ പാവങ്ങളെ ചോദിക്ക. അങ്ങനെ ചോദിച്ച ഒരു റുമ്മാമ്പഴം പോലും കൊണ്ടുകൊടുക്കാൻ കഴിയാതിരുന്ന അലിയാർ തങ്ങളോട് പറയാണ് റളിയല്ലാഹു അൻഹു, ഇത്രയും വലിയ സൗഭാഗ്യം കിട്ടിയ ഒരു പെണ്ണ് ലോകത്തുണ്ടാവൂല. അതങ്ങനെ പറയാൻ കാരണമെന്താ? തോഹനബി താരാട്ടിയേ തോളിലിട്ടോറക്കിയേ താമര പൂഞ്ചെണ്ടു പോലെ കൈകളിൽ വെച്ചൂട്ടിയേ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു മോക്ക്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു പൊന്നുമോക്ക്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുമ്പോ ആവേശം കൊണ്ടാ പോരബങ്ങളെ. അനാവശ്യമായ കൊതിയെ മനസ്സിന്റെ അകത്ത് കുത്തി നിറച്ചിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നായി ഭർത്താവിനെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പൊറുതിമുട്ടിച്ചിട്ട് ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളുടെ കൊട്ടാരം കെട്ടിവെച്ചിട്ട് ആ പാവപ്പെട്ടവനെ പലിശക്കാരന്റെ കത്തിക്കരയാക്കാനും കടക്കണിയുടെ പടുങ്കുടിയിലേക്ക് തള്ളിയിടാനും എന്റെ പൊന്നുമോളെ മനസ്സ് വെക്കല്ലേ, ഒരിക്കലും മനസ്സ് വെക്കല്ലേ. അല്ലാഹു തന്നതിലൊന്ന് പൊരുത്തപ്പെട്ട് ജീവിച്ചു നോക്കിയേ, അപ്പോഴറിയാം അതിന്റെ സുഖം. അങ്ങനെ ജീവിച്ചിട്ടില്ല നിങ്ങളതാ സുഖമറിയാത്തത്. അല്ലാഹു തന്നതിലൊന്ന് പൊരുത്തപ്പെട്ട് ജീവിച്ചു നോക്കിയേ, സുബ്ഹാനല്ലാഹ്, അതിന്റെ സുന്ദരമായ സുഖത്തിന്റെ അനുഭൂതി ഉണ്ടല്ലോ. 1000 പുസ്തകത്തിൽ എഴുതിയാലും തീരൂല മോളെ. 1000 പുസ്തകത്തിൽ എഴുതിയാലും തീരൂല. അത്രമേലുണ്ട് പ്രിയപ്പെട്ടവരെ ആ സുഖത്തെ കുറിച്ച് പറയാൻ. അല്ലാഹു തരുന്നതിലൊന്ന് പൊരുത്തപ്പെട്ടു നോക്കണം, അപ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ സുഖമറിയുക. മഹാനായ ഹബീബുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് പട്ടിണി കൊടുത്തവരാണ്. അല്ലാഹു ഭൗതിക ലോകത്ത് ഒരുപാട് പരീക്ഷണം കൊടുക്കുമ്പോഴും മറ്റുള്ളവർ ജീവിക്കുന്ന കാണുമ്പോ എനിക്കതുപോലെ തന്നില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞിരുന്നില്ല ഒരു നേരം പോലും. അദ്ദേഹവും പറഞ്ഞിരുന്നില്ല, ഭാര്യയും പറഞ്ഞിരുന്നില്ല. രുചികരമായ ഭക്ഷണം എവിടെയെങ്കിലും ഇരിക്കുന്ന കാണുമ്പോ അല്ലാഹുവേ അതിൽ നിന്നൊരു നുള്ളി എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഒരു കാലത്തും പറഞ്ഞവരല്ല ഹബീബുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു.